ഭൂമിയില് ദൈവം തുറന്ന ഉറവയിൽ നിന്ന് കുടിച്ച ഒരു വ്യക്തിയാണ് ഇസ്മായേൽ. അവനെ കുറിച്ച് നമ്മൾ പുസ്തകത്തിൽ പഠിക്കുന്നത് അവന്റെ ശരീരം എങ്ങനെയെന്നറിയാമോ? കാട്ടുകഴുതയുടെ ശരീരം പോലെ. എന്ന് പറഞ്ഞാൽ കാട്ടുകഴുത എന്ന് പറയുമ്പോ സാധാ കഴുതയല്ല, അത്ര ശക്തിയുള്ള ഒരു മനുഷ്യനായിരുന്നു ഇസ്മായേൽ. കേട്ടോ, മറന്നുപോകരുത്. സൺഡേ സ്കൂൾ പഠിപ്പിക്കുന്നവർ അറിയുന്നുണ്ടെങ്കിൽ അവർക്ക് ഏറ്റവും ശുശ്രൂഷയിൽ നിൽക്കുന്നവർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു. അപ്പൊ ഇസ്മായിലിൽ നിന്നാണ് 12 ഗോത്രങ്ങൾ. ശ്രദ്ധിക്കണം. അപ്പൊ 12 ഗോത്രങ്ങൾ ഇങ്ങനെ ചിതറിപ്പാർക്കുകയാണ്. ചിതറിപ്പാർക്കുന്നവർക്കാണ് ഈ പുസ്തകം എഴുതുന്നത്. ചിതറിപ്പാർക്കുന്ന 12 ഗോത്രങ്ങൾക്കുമായി. ശ്രദ്ധിക്കൂ. അപ്പോ 2-ന്റെ ഒന്നുകൂടെ ഒന്ന് വായിക്കാമോ? 2-ന്റെ ഒന്നുകൂടെ. സഹോദരന്മാരെ, തേജസ്സുള്ളവരായി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന നിങ്ങൾ മുഖപക്ഷം കാണിക്കരുത്. കണ്ടോ എങ്ങനെ? സഹോദരന്മാരെ, തേജസ്സുള്ളവനായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന നിങ്ങൾ എന്ത് ചെയ്യരുത്? മുഖപക്ഷം കാണിക്കരുത്. അപ്പൊ നമ്മൾ എന്ത് കാണിക്കാൻ പാടില്ല? മുഖപക്ഷം കാണിക്കാൻ പാടില്ല. അപ്പൊ ചോദിക്കും, എന്താണ് മുഖപക്ഷം? ഒരു സഭയ്ക്കകത്ത് 50, 30, 5000, 10000 വിശ്വാസികൾ ഉണ്ടെങ്കിൽ എല്ലാവരെയും ഒരേ കണ്ണിൽ കാണുവാൻ കഴിയണം. യേശു കർത്താവ് വിളിച്ചു പറയുന്നു, ആമേ, ആ സ്ത്രീയെ കണ്ടോ? അവൾ എല്ലാത്തിൽ നിന്നും അവളെ ഉള്ളതിലെല്ലാം എന്ത് ചെയ്തു? ഭണ്ഡാരത്തിലിട്ടിരിക്കുക. അവൾ ആരായിരുന്നു? ഒരു വിധവയായിരുന്നു. എത്ര ഇട്ടത്? 2 വെള്ളിക്കാശ്. അതിനേക്കാൾ ഏറെ ഇട്ടവരുണ്ട്. എന്തുകൊണ്ടാ അവിടെ അങ്ങനെ ഒരു സംഭവം വന്നത്? ആമേൻ. കർത്താവ് നോക്കുന്നത് പുറമേ ഉള്ള കയ്യിലിരിക്കുന്നതല്ല, പിന്നെ എന്താ? അകത്തളങ്ങളിൽ എന്തുണ്ട്? അതാ മനുഷ്യൻ പുറമേ നോക്കുമ്പോ കർത്താവോ ഉള്ളതുള്ളത് പോലെ അറിയുന്ന ഒരു ദൈവമുണ്ട്. ഓക്കെ, ഈ 2-ാമത്തെ അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം നമ്മൾ വായിക്കുന്നത് അങ്ങനെ ഇതാണ് വായിക്കുന്നത്. എന്താ വായിക്കുന്നത്? സഹോദരന്മാരെ, തേജസ്സുള്ള അവനായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന നിങ്ങൾ മുഖപക്ഷം കാണിക്കരുത്. മുഖപക്ഷം കാണിക്കരുത്. 1 കൊരിന്ത്യർ ലേഖനം നമ്മൾ പഠിക്കുമ്പോ 2-ാമത്തെ അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യം. 1 കൊരിന്ത്യർ 2:8. എഴുതിക്കോ. 1 കൊരിന്ത്യർ 2:8. അപ്പോസ്തല പ്രവൃത്തി 7:2. അപ്പോസ്തല പ്രവൃത്തി 7:2. യാക്കോബിന്റെ പുസ്തകം 2:9. യാക്കോബിന്റെ പുസ്തകം 2:9. ലേവ്യ 19:5. ലേവ്യ 19:15. സ്തോത്രം. ആവർത്തനം 1:17. ആവർത്തനം 1:17. 16:19. 16:19. സദൃശ്യവാക്യങ്ങൾ 24 അതിന്റെ 23. 24 അതിന്റെ 23. റോമർ 2:11. റോമർ 2:11. എബേസർ 6:9. ഇത്രയും വാക്യമാണ് 1-ാമത്തെ വാക്യത്തോട് ചേർന്ന് വരുന്നത്. 2:1 ചേർന്ന് വരുന്ന വാക്യങ്ങൾ. ഒരു മെസ്സേജ് ഒക്കെ തയ്യാറാക്കാൻ വളരെ അനുഗ്രഹിക്കപ്പെട്ട വാക്യങ്ങളാണ് ഇവിടെ നമ്മൾ ഇപ്പോൾ വായിച്ചത്. അടുത്ത് ആ 2-ാം അധ്യായത്തിൽ തന്നെ ആ 2-ാമത്തെ വാക്യത്തിൽ നിങ്ങളുടെ പള്ളിയിൽ മോടിയുള്ള വസ്ത്രം ധരിച്ച്, കണ്ടോ? അവിടെ പ്രത്യേകിച്ച് പറയുന്നത് പള്ളികളിൽ പോകുമ്പോൾ എന്ത് ചെയ്യരുത്? മോടിയുള്ള വസ്ത്രം ധരിക്കരുതെന്നാണ് അവിടെ പറയുന്നത്. എന്താ? പാവപ്പെട്ടവരും പണക്കാരും എല്ലാം ഒരേ രീതിയിൽ പോകണമെന്ന് വിശുദ്ധന്മാർ പറഞ്ഞ ഒറ്റ കാര്യമേ ഉള്ളൂ. എന്താണ്? വെള്ള വസ്ത്രം. അതിലെന്തോ പാടില്ല? തുന്നിച്ചേർത്ത എംബ്രോയ്ഡ് വർക്കൊന്നും പാടില്ല. അത് ആചരിക്കുന്ന ഒരേ ഒരു ഗ്രൂപ്പേ ഉള്ളൂ. ആരാ? വിശുദ്ധ മണവാട്ടികൾ എന്ന് പറയുന്ന TPM വിശ്വാസികൾ. ആമേൻ. ഞാൻ TPM വിശ്വാസികളുടെ കൂട്ടത്തിൽ ഒരുപാട് ആരാധനകൾക്ക് പങ്കെടുത്തിട്ടുണ്ട്. ആമേൻ. അവിടെ ഇതേപോലെ ഷർട്ടൊക്കെ ഇട്ടിട്ട് പോയി കഴിഞ്ഞാല് അവരകത്ത് കയറ്റത്തില്ല. സ്തോത്രം. ഒരു ഭവന പ്രാർത്ഥനയ്ക്ക് പോലും അവർ ഓട്ടിക്കും. പ്രൈസലോ. എന്നാൽ ഇന്ന് രാത്രി പറയട്ടെ, അവര് പറയുകയാണ്, ഞങ്ങളാ വിശുദ്ധ മണവാട്ടി സഭ, ഞങ്ങൾ നിത്യതയിൽ പോകും, ഞങ്ങളെ പോകത്തുള്ളൂ എന്ന് അവകാശപ്പെടുന്നത് ഒറ്റ കാര്യം ഇതാണ്: അവരുടെ വസ്ത്രം, അവരുടെ ആരാധന.
അവരുടെ തിരുമേശ. ഏത് വലിയ ഗസ്റ്റ് വന്നാലും ബാക്ക് ഇരിക്കാനേ പറ്റൂ, ഫ്രണ്ടിൽ പോകാൻ പറ്റില്ല. കാരണം അവിടെ മൂപ്പന്മാരും മൂപ്പത്തിമാരും ഇരിക്കത്തുള്ളൂ. പ്രൈസല്ലോ, അവര് മാത്രമാണ് അവിടെ ഇരിക്കുന്നത്. ബാൻഡ് അടിക്കാൻ കുറെ അമ്മ മദർമാരും മെസ്സേജ് പറയാൻ ഒരു മൂപ്പൻ. പ്രൈസല്ലോ. അതുപോലെ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? മോടിയുള്ള വസ്ത്രം ധരിച്ച് നിങ്ങൾ എന്ത് ചെയ്യരുത്? പള്ളികളിൽ പോകരുത് എന്നാണ് അവിടെ വായിക്കുന്നത്. അതിനോട് ചേർന്നുള്ള ഒത്തിരി വാക്യങ്ങൾ ഞാൻ തരാം. നിങ്ങൾക്ക് മെസ്സേജിനൊക്കെ ഒത്തിരി മെസ്സേജിനൊക്കെ നിങ്ങൾക്ക് അത് ഉപകാരപ്പെടും. പ്രൈസലോ, ഒത്തിരി വാക്യങ്ങളുണ്ട് കേട്ടോ, അത് ഞാൻ പിന്നെ തരാം. പ്രൈസലോ. അടുത്ത് 2:1 നമ്മൾ എഴുതി അല്ലെ? 1:1, 2:2. കർത്താവായ യേശുക്രിസ്തു കർത്താവായ യേശുക്രിസ്തു എന്ന പദം ഉപയോഗിച്ചിരിക്കുന്ന 5-ാമത്തെ അധ്യായത്തിന്റെ 7-ഉം 8-ഉം വാക്യം. 5-ാമത്തെ അധ്യായത്തിന്റെ 7-ഉം 8-ഉം വാക്യം എന്ന വാക്യങ്ങളിൽ കർത്താവിന്റെ പുനരാഗമനത്തെ പറ്റിയുള്ള പ്രത്യക്ഷത കാണാം. യാക്കോബിന്റെ വാക്ക് നിറഞ്ഞു നിൽക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ യാക്കോബിന്റെ വാക്ക് നിറഞ്ഞു നിൽക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ഗിരിപ്രഭാഷണവും ലേഖനത്തിലെ ധാരാളം ഭാഗങ്ങളിൽ വ്യക്തമാക്കുന്നുണ്ട്. 5-ന്റെ 7-ഉം 8-ഉം ഒന്ന് വായിക്കാമോ? എന്നാൽ സഹോദരന്മാരെ, കർത്താവിന്റെ പ്രത്യക്ഷത വരെ ദീർഘക്ഷമയോടെ ഇരിപ്പിൻ. കൃഷിക്കാരൻ ഭൂമിയുടെ വിലയേറിയ ഫലത്തിന് കാത്തുകൊണ്ട് മുൻമഴയും പിന്മഴയും അതിന് കെട്ടുപോടും ദീർഘക്ഷമയോടെ ഇരിക്കുന്നുവല്ലോ. നിങ്ങളും ദീർഘക്ഷമയോടെ ഇരിപ്പിൻ. നിങ്ങളുടെ ഹൃദയം സ്ഥിരമാക്കുവിൻ. കർത്താവിന്റെ പ്രത്യക്ഷത സമീപിച്ചിരിക്കുന്നു. ആമേൻ. നിങ്ങളുടെ ഹൃദയം സ്ഥിരമാക്കുവിൻ. എന്താ ഹൃദയം സ്ഥിരമാക്കാൻ പറയുന്നത്? അല്ലേ? ഹൃദയമാണ് എല്ലാത്തിനും പ്രശ്നം. ഹൃദയത്തിന്റെ ഭാരം എത്രയെന്നറിയാമോ? ഹൃദയത്തിന്റെ ഭാരം, ഹലോ, നമ്മുടെ ഹൃദയത്തിന്റെ ഭാരം, ബ്രെയിനിന്റെ ഭാരം, തലച്ചോറിന്റെ ഭാരം, തപ്പി നോക്കുക. അല്ല, ഹലോ, ഹാർട്ടിന്റെ ഭാരം, ഹൃദയത്തിന്റെ ഭാരം 350 ഗ്രാം. ബ്രെയിനിന്റെ ഭാരം 1.25 കിലോ. ഈ 1.25 കിലോ ഉള്ള ബ്രെയിനിലാണ്, അതായത് തലച്ചോറ് മാത്രം 1.25 കിലോ കേട്ടോ. തലയോട്ടിയും തലമുടിയും എല്ലാം കൂടെ വരുമ്പോൾ ഒരു 2 കിലോയെങ്കിലും വരും. പൈസലോ, ഇപ്പൊ 2 കിലോ കൂടുതലായി. അങ്ങ് നീട്ടി വളർത്തിയിരിക്കുകയല്ലേ സഹോദരിമാരില്ല. അതുകൊണ്ട് അതൊക്കെ പുറമേ ഉള്ളതാണ്. ബ്രെയിനിന്റെ കണക്ക് മാത്രം പറയും 1.25 കിലോ. ഹാർട്ട് 350 ഗ്രാം. അപ്പോ ഈ ശരീരത്തിൽ എത്ര അസ്ഥികളുണ്ടെന്ന് അറിയാമോ? എത്ര കോശങ്ങളുണ്ടെന്ന് അറിയാമോ? മനുഷ്യന് എത്ര കോശങ്ങളുണ്ട്? 4000 കോശങ്ങൾ മനുഷ്യന്. ഒരു മനുഷ്യ ശരീരത്തിൽ 4000 കോശങ്ങൾ. എന്നാ ഒരു ആനയുടെ ശരീരത്തിൽ എത്ര കോശമുണ്ടെന്ന് അറിയാമോ? ഹലോ, കൂടെ ഉണ്ടോ? ഒരു മനുഷ്യ ശരീരത്തിൽ 4000 കോശങ്ങൾ.
ഒരു ആനയുടെ ശരീരത്തിൽ എത്ര കോശമുണ്ടെന്നറിയാം? 40,000 കോശങ്ങൾ. അതുകൊണ്ടാണ് ഒരു ആന ഒരു JCB എടുത്ത് ഈസി ആയിട്ട് പൊക്കുന്നത്. ഒരു JCB എടുത്തത് ആന ഈസി ആയിട്ട് പൊക്കിയെടുക്കും. അത്രയും പവർ അതിന്റെ മസിലുകളിലുണ്ട്. ഒരു മനുഷ്യൻ ഏറെക്കുറെ ഒന്ന് പൊക്കി നോക്കിയ ഒരു 200-250 കിലോ, അതിനപ്പുറം ഒന്നും അവനെ കൊണ്ട് പറ്റില്ല. അങ്ങനെ ഏതെങ്കിലുമൊക്കെ പരീക്ഷണങ്ങൾ വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ അവന്റെ വായിക്കൂടെ മൂക്കൂടെ ബ്ലഡ് വരും. അത്രേ ഉള്ളൂ. 4,000 എവിടെ, 40,000 എവിടെ? ആനയുടെ ഭാരം എത്രയെന്നറിയാം? 7,000. അതിന്റെ ഉയരം എത്രയെന്നറിയാമോ? 9.25 അടി ഉയരം. ഹലോ, 7,000 കിലോ വെയിറ്റ് ഉള്ള ആനയ്ക്ക് 40,000 കോശങ്ങൾ. ഹലോ, പൈസലോ, 9.25 അടി ഉയരം. പരീക്ഷിക്കണമെന്ന് ആനയുടെ പുറത്ത് കയറി നോക്കിയാൽ അറിയാൻ പറ്റും. അതിന് ഉയരം കയറി നിൽക്കുമ്പോൾ അറിയാം, ലോകം മുഴുവൻ കാണാൻ പറ്റും. കടലും കായലും ഒക്കെ എല്ലാം കാണാൻ പറ്റും. പൈസ വേറെ ഒരിടത്തും പോണ്ട, തേക്കടി പോയാൽ പൈസ. അപ്പൊ അതവിടെ നിൽക്കട്ടെ. അപ്പൊ അത്രയും ഭാഗമാണ് നമ്മൾ ചിന്തിച്ചത്. ഈ സ്ഥിതി വിവര കണക്കുകളിൽ ഇത്രയും ഭാഗം നമ്മൾ എഴുതി കഴിഞ്ഞു. ആമേ. ഈ പുസ്തകത്തിന്റെ എഴുത്തുകാരൻ യാക്കോബാണ്. ഇത് യെരുശലേമിലും സഭയിലെ മൂപ്പനാണ് യാക്കോബ്. കർത്താവിന്റെ സഹോദരനാണ് യാക്കോബ് എന്ന് പഠിച്ചു. എഴുതിയ കാലഘട്ടം AD 45-49 നമ്മൾ പഠിച്ചത്. പ്രധാന പദം പ്രവൃത്തിയിലുള്ള വിശ്വാസം. പ്രധാന വാക്യങ്ങൾ 1-ാം അധ്യായത്തിന്റെ 19 മുതൽ 22 വരെ, 2-ാമത്തെ അധ്യായത്തിന്റെ 14 മുതൽ 18 വരെ. പ്രധാന അധ്യായം 1-ാമത്തെ അധ്യായമാണ്. എന്നാൽ 1-ാം അധ്യായത്തിലേക്ക് നമ്മൾ തിരിച്ചു വരുന്നു. 12-ാമത്തെ വാക്യം, 1:12. പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, അവൻ കൊള്ളാകുന്നവനായി തെളിഞ്ഞ ശേഷം കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്ത് ജീവകിരീടം പ്രാപിക്കും. പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, സഹിക്കാത്തവനോ ഭാഗ്യവാൻ. നിർഭാഗ്യവാൻ. അപ്പോ സഹിക്കുന്ന വെളിപ്പാട് പുസ്തകം 2-ാമത്തെ അധ്യായം. ഈ കിരീടം ഞാൻ പ്രസംഗിച്ചിട്ടുള്ള വാക്യമാണ്. ഈ കിരീടം പ്രാപിക്കണമെങ്കിൽ വെളിപ്പാട് 2:10 നമ്മൾ എഴുതി വെച്ച ഒരു വാക്യത്തിൽ. വെളിപ്പാട് 2:10, വെളിപ്പാട് 2:10, 1 കൊരിന്ത്യർ 15:41-42, 1 പത്രോസ് 5:4. ഇത്രയും വാക്യമാണ് കിരീടങ്ങൾ കുറിച്ചുള്ള വാക്യങ്ങൾ. വേറെ ഒത്തിരി ഉണ്ട്. പക്ഷെ ഈ മെസ്സേജിന് അനുയോജ്യമായ വാക്യങ്ങളാണ് ഇവിടെ ഞാൻ പറഞ്ഞ വാക്യങ്ങൾ. പിന്നെ ദാനിയേലിന്റെ പുസ്തകം 12-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യം കൂടെ വായിക്കാം. അത് നമുക്ക് എഴുതി വെക്കാം. 12:12, യാക്കോബ് 2:5. യാക്കോബിന്റെ ലേഖനം കേട്ടിങ്ങെ. യാക്കോബിന്റെ ലേഖനത്തിന്റെ പശ്ചാത്തലം. യാക്കോബിന്റെ ലേഖനം പൊതുലേഖനങ്ങളോട്, യാക്കോബിന്റെ ലേഖനം പൊതുലേഖനങ്ങളുടെ പൊതുലേഖനങ്ങളുടെ വിളിക്കപ്പെട്ടിരിക്കുന്നു. കാരണം അത് ഒരു പ്രത്യേകത. സാറേ ഇപ്പം പറഞ്ഞ സെന്റൻസ് ഒന്നുകൂടി ഒന്ന് പറഞ്ഞു സാറേ. ഇത് കേൾക്കാൻ പറ്റുന്നുണ്ടോ? യാക്കോബിന്റെ ലേഖനം പൊതുലേഖനങ്ങളുടെ
എഴുതിയായിരുന്നോ? ഹലോ, സാറേ, ആ പൊതുലേഖനങ്ങൾ എന്ന് പറഞ്ഞിട്ട് വേറൊരു വാക്ക് പറഞ്ഞിട്ടുണ്ട്, ആ വാക്ക് കിട്ടിയിട്ടില്ല. വേറെ എന്ത് വാക്കാ പറഞ്ഞത്? പറഞ്ഞേ, എഴുതിട്ട് പറഞ്ഞു. പൊതുലേഖനങ്ങളുടെ എന്താണ് ആ സെന്റൻസ് കംപ്ലീറ്റ് അല്ല സാറേ. എന്താ ഇപ്പൊ എഴുതിയത്? പറഞ്ഞോളൂ സിസ്റ്റർ, പറഞ്ഞോ, എഴുതിയത് പറഞ്ഞോ. യാക്കോബിന്റെ ലേഖനം പൊതുലേഖനങ്ങളുടെ. ആ, ആ അതിനെ ഞാൻ പറഞ്ഞത്. അടുത്ത പറഞ്ഞ് എഴുതിയില്ല. അതിന്റെ കാരണം അതെഴുതിയോ? എഴുതിയില്ല. അതിന്റെ കാരണം അതൊരു പ്രത്യേക സഭയ്ക്ക് വേണ്ടി മാത്രം എഴുതിയിട്ടുള്ളതല്ല. അത് ഒരു പ്രത്യേക സഭയ്ക്ക് വേണ്ടി മാത്രം എഴുതിയിട്ടുള്ളതല്ല. അതെന്തെന്നറിയാം അങ്ങനെ പറഞ്ഞ കാര്യം? എഴുതിയിട്ടുള്ളതല്ല. നമ്മൾ നേരത്തെ പഠിച്ചു. ഇങ്ങനെയാ, ചിതറിപ്പാർക്കുന്ന 12 ഗോത്രങ്ങൾക്ക്, ചിതറിപ്പാർക്കുന്ന 12 ഗോത്രങ്ങൾക്കും വന്ദനം. രണ്ടാമത്തെ അധ്യായത്തിന്റെ 19 മുതൽ 21 വാക്യം. രണ്ടാമത്തെ അധ്യായം 19 വാക്യം മുതൽ 21 വാക്യം വരെ ഒന്ന് വായിക്കാമോ? ദൈവം ഏകനെന്ന് നീ വിശ്വസിക്കുന്നുവോ? കൊള്ളാം. പിശാചുക്കളും അങ്ങനെ വിശ്വസിക്കുകയും വിറയ്ക്കുകയും ചെയ്യുന്നു. വ്യർത്ഥ മനുഷ്യ, പ്രവൃത്തിയില്ലാത്ത വിശ്വാസം നിഷ്ഫലമെന്ന് ഗ്രഹിപ്പാൻ നിനക്ക് മനസ്സുണ്ടോ? നമ്മുടെ പിതാവായ അബ്രഹാം തന്റെ മകനായ ഇസഹാക്കിനെ യാഗപീഠത്തിന്മേൽ അർപ്പിച്ചിട്ട് പ്രവൃത്തിയാലല്ലയോ നീതീകരിക്കപ്പെട്ടത്? നോക്കിക്കേ, ഇവിടെ 19 വാക്യം മുതൽ നമ്മൾ വായിക്കുമ്പോ ദൈവം പറയുന്ന വാക്ക് ശ്രദ്ധിച്ചേ. ഇവിടെ എന്താ പറഞ്ഞത്? നമ്മുടെ പിതാവായ അബ്രഹാം തന്റെ മകനായ യാക്കോബിനെ യാഗപീഠത്തിൽ അർപ്പിച്ചിട്ട് പ്രവൃത്തിയിൽ അല്ലയോ നീതീകരിക്കപ്പെട്ടത്, അല്ലെ? ഇപ്പൊ നമ്മൾ വിശ്വാസം പറഞ്ഞ് മറിഞ്ഞ് മാത്രം പോയാൽ പോരാ. പിന്നെ എന്തുണ്ടാകണം? പ്രവൃത്തി ഉണ്ടാകണം. പ്രവൃത്തി വേണം. പ്രവൃത്തിയില്ലാത്ത വിശ്വാസം, ശുശ്രൂഷ, വാക്കുകൾ നമ്മളിൽ നിന്ന് ഉത്ഭവിച്ചു വരരുത്. അത് ഉറപ്പായിട്ട് ലേഖനം പറയുക. എന്തിനാ ഈ പൊതുലേഖനങ്ങളിലെ കൂടത്തിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഒരു സഭയ്ക്ക് വേണ്ടിയുള്ളതല്ല, ഒരു വ്യക്തിക്ക് വേണ്ടിയുള്ളതല്ല, ഒരു സമൂഹത്തിന് വേണ്ടിയുള്ളതല്ല, ഒരു രാജ്യത്തിന് വേണ്ടിയുള്ളതല്ല. 12 ഗോത്രങ്ങൾ ചിതറിപ്പാർക്കുകയാണ്. ഒരിടത്ത് ഉൾപ്പെടാത്ത 12 ഗോത്രങ്ങൾ. ഒരു വാക്കോട് ഞാൻ തോന്നുന്നു പറയാം. ഏലിയാവ് യാഗപീഠം പണിതപ്പോ എത്ര കല്ലെടുത്തെന്നറിയാം? 12 കല്ല്. ഈ 12 കല്ല് ഉദ്ദേശിക്കുന്നത് 12 ഗോത്രങ്ങളാണ്. ഏലിയാവ് ഒരു കാര്യം പറയുന്നുണ്ട്. എന്താണ്? എന്റെ പിതാക്കന്മാരെക്കാളും ഞാൻ ഒട്ടും ശ്രേഷ്ഠനല്ല എന്ന് പറഞ്ഞിട്ട് പറയുക, എന്റെ പ്രാണന് എന്ത് ചെയ്യണം? എടുക്കണം. അല്ലേ? ഞാനൊരു 100 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടാവും ഈ വാക്ക്. ആമേൻ. 100 പ്രാവശ്യത്തിൽ കൂടുതൽ ഞാൻ പറഞ്ഞിട്ടുണ്ടാവും. അത് ഓർമ്മയില്ല. 100-ൽ കൂടുതൽ പറഞ്ഞു. കർത്താവ് അങ്ങനെ എടുക്കും? ഒരിക്കലുമില്ല. ശുശ്രൂഷ തീർന്നെങ്കിൽ, നിന്റെ എന്റെ ജീവിതത്തിൽ കർത്താവ് നമ്മൾ അർപ്പിച്ചിരിക്കുന്ന ദൈവത്തിന്റെ പ്രവൃത്തി നമ്മളിൽ തീർന്നെങ്കിൽ, നമ്മൾ പറയാതെ തന്നെ കർത്താവ് എടുക്കും. ആമേൻ. ഏലിയാവ് അവിടെ പറയേണ്ടി വന്നു. എന്താ? ഒരു സ്ത്രീയുടെ മുമ്പിൽ അവൻ പേടിച്ച്
ഭയപ്പെട്ട് അവന്റെ പ്രാണൻ ഛേദിക്കപ്പെടും. ഒരു കാര്യം പറയാം, ആകാശത്ത് തീയിറക്കിയവന്, ആകാശത്ത് തീയിറക്കി യാഗപീഠത്തിൽ വച്ചിരുന്ന ആ യാഗവസ്തു എല്ലാം കത്തി എരിഞ്ഞ് തോട്ടിലെ വെള്ളവും വറ്റി. ശ്രദ്ധിക്കണം, ഒരിക്കലും നിങ്ങൾ അടുപ്പ് തീ കത്തിക്കുന്നവരാണല്ലോ, അടുപ്പിൽ കുറെ വെള്ളം കോരി ഒഴിച്ച് തീ കത്തിച്ച് നോക്കിയേ, ഒരിക്കലും കത്തില്ല, പ്രതീക്ഷിക്കണ്ട. എന്നാൽ ആ തീക്കകത്ത്, ആ വെള്ളത്തിനകത്ത് തീ ഇറങ്ങണമെങ്കിൽ ഇത് ഭൂമിയിലെ തീയല്ല, സ്വർഗത്തിലെ അഗ്നിയാണ്. അതാണ് അവിടെ ഇറങ്ങിയത്. കാരണം പറഞ്ഞുതരാം, 12 ഗോത്രവും ഒന്നുപോലും വിടാതെ 12 ഗോത്രത്തെ കൂടെ ഉൾപ്പെടുത്തിയ ഏലിയാവ് യാഗപീഠപ്പെടുന്നത്. ശ്രദ്ധിക്കണം. നമ്മൾ പലപ്പോഴും നെയ്ത്തുകാരൻ നെയ്യുന്നത് പോലെ എനിക്കും ഭാര്യയ്ക്കും, എനിക്കും ഭാര്യയ്ക്കും മക്കൾക്കും, എനിക്കും ഭാര്യയ്ക്കും മക്കൾക്കും, ഇങ്ങനെയല്ല അവിടെ പെടുന്നത്. 12 ഗോത്രം. നെയ്ത്തുകാരൻ അങ്ങനെയല്ലേ, ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് റൈറ്റ് എന്നിട്ട് നടുക്കൂടെ ഒരു അടി, അപ്പോഴത്തേനും മക്കൾക്കാവും. ഇതല്ല പ്രാർത്ഥന, ഇതല്ല ആരാധന, ഇതല്ല സമർപ്പണം. യോബ് എന്താ ചെയ്തേ? കഷ്ടതയിലും എല്ലാം നഷ്ടപ്പെട്ടപ്പോഴും യോബ് തന്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി എന്ത് ചെയ്തു? അവൻ പ്രാർത്ഥിപ്പാനിടയായി. അപ്പോഴും അവന്റെ കുടുംബത്തോട് അവൻ നോക്കിയില്ല. അവനെല്ലാം ചുറ്റുപാടുമുള്ളവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയായിരുന്നു. ശ്രദ്ധിക്കൂ, ഒരിക്കലും നഷ്ടപ്പെട്ട് തിരിച്ചു കൊടുക്കാൻ പറ്റില്ല. അവന്റെ പ്രാർത്ഥന, അവന്റെ ലക്ഷ്യം, ആ ലക്ഷ്യസ്ഥാനത്ത് നിന്നുകൊണ്ട് അവൻ ഇയ്യോബിന് നഷ്ടപ്പെട്ടത് തിരിച്ചു കൊടുത്ത കാര്യമുണ്ട്. അവന്റെ മുമ്പിൽ ദൈവം വച്ചിരിക്കുന്ന വേല ചെറുതല്ല, വലുതായിരുന്നു. നോയിക്കേ. ആമേൻ. അടുത്ത പശ്ചാത്തലത്തിലെ അടുത്ത ഭാഗത്തിലേക്ക് നമുക്ക് വരാം. ചിതറിപ്പോയി അപ്പോസ്തല പ്രവൃത്തികൾ 11-ാമത്തെ അധ്യായം 19-ാമത്തെ വാക്യം. ലേഖനത്തിന്റെ ആദ്യ ഭാഗത്ത്, വിശ്വാസത്തിന്റെ പരിശോധന എന്ന പരീക്ഷകളെ സന്തോഷത്തോടെ സഹിക്കുന്നതും അതിന് സഹിഷ്ണുത ആവശ്യമെന്ന് പറഞ്ഞു. പ്രോസസ്സെ എഴുതിയോ? എന്റെ മുഖത്ത് നോക്കിക്കൊണ്ടിരിക്കുക, കേട്ടില്ല, പറഞ്ഞോളൂ. ആ, യാക്കോബിന്റെ ലേഖനം 1-ാമത്തെ അധ്യായം 2-ാമത്തെ വാക്യം മുതൽ 12-ാമത്തെ വാക്യം വരെ. 12 വാക്യോട് നമ്മൾ വായിച്ച, പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, അവൻ കൊള്ളാവുന്നവനായി തെളിഞ്ഞ ശേഷം കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഴ്ത്തത്വം ചെയ്ത ജീവകിരീടം പ്രാപിക്കും. രണ്ട്, ചിതറിപ്പോയ വിശ്വാസികളെ
യാക്കോബിന് വ്യക്തിപരമായി പരിചയമുണ്ടായിരുന്നു. യാക്കോബിന് വ്യക്തിപരമായി പരിചയമുണ്ടായിരുന്നു. ഒന്നാമത്തെ അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം. അടുത്ത അപ്പോസ്തല പ്രവൃത്തികൾ 15-ന്റെ 13 മുതൽ 21 വരെ. വരെ. പുതിയ നിയമത്തിൽ യാക്കോബിനെ കുറിച്ചുള്ള വാക്കുകളും അപ്പോസ്തല പ്രവൃത്തി 12-ാമത്തെ അധ്യായം 17-ാമത്തെ വാക്യം, 21-ാം അധ്യായം 18-ാമത്തെ വാക്യം, ഗലാത്യർ 1:19, ഗലാത്യർ 1:19, 2:9, 12 വരെ, 1 കൊരിന്ത്യർ 15:7. യാക്കോബ് ഈ ലേഖനം എഴുതിയത് AD 40-കളിൽ ആയിരിക്കണം. AD 40-കളിൽ ആയിരിക്കണം. ക്രിസ്ത്യാനികൾ കൂടി വരുന്ന സ്ഥലത്തിന് പള്ളി എന്ന പദം പള്ളി എന്ന പദം 2:2 ഒന്ന് വായിക്കാമോ? 2:2 നേരത്തെ കമ്പിവാദ്യത്തിൽ പറഞ്ഞു പോയതാണ്. നിങ്ങളുടെ പള്ളിയിൽ മോടിയുള്ള വസ്ത്രം ധരിച്ചും മോതിരം ഇട്ടുന്നുണ്ട് ഒരുത്തനും മുഷിഞ്ഞ വസ്ത്രം ധരിച്ച ഒരു ദരിദ്രനും വന്നാൽ നിങ്ങൾ മോടിയുള്ള വസ്ത്രം ധരിച്ചവനെ നോക്കി ഇവിടെ സുഖേന ഇരുന്നാലും എന്നും ദരിദ്രനോട് നീ അവിടെ നിൽക്കാൻ അല്ലെങ്കിൽ എന്റെ പാഠപീഠത്തിൽ ഇരിക്കുക എന്നും പറയുന്നുവെങ്കിൽ നിങ്ങൾ ഉള്ളിൽ പ്രമാണമില്ലാതെ ന്യായരഹിതമായി വിധിക്കുന്നവരായില്ലയോ? മതി. നമുക്കറിയാം ഈ ഭാഗം. ഇത് ആദ്യകാലങ്ങളിൽ പറഞ്ഞതല്ല, ഇത് പുതിയ വിശ്വാസത്തിൽ നമുക്ക് ഉള്ളത് തന്നെയാണ്. അപ്പോൾ തന്നെ ഇന്ന് ആരാധന, ഇപ്പൊ നമ്മുടെ തലയിടുന്ന ആ ഷോള് നോക്കിയേ, കണ്ടോ? ആ ഷോൾ കണ്ടോ? ആ ഷോളിന്റെ ഡിസൈൻ കണ്ടോ? ഈ ഡിസൈൻ ഒന്നും എന്ത് ചെയ്യാൻ പാടില്ല, പള്ളിക്കകത്ത് കൊണ്ടുവരാൻ പാടില്ല എന്നാണ് പറയുന്നത്. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞതേ ഉള്ളൂ. അപ്പോ ഇതൊന്നും എന്ത് ചെയ്യാൻ പാടില്ല, പള്ളിക്കകത്ത് വരാൻ പാടില്ല. വന്നു കഴിയുമ്പോ ഈ മോടിയൊന്നും ഇല്ലാതിരിക്കുന്ന വ്യക്തികളെല്ലാം അങ്ങോട്ട് നോക്കിയിട്ട് പറയും, നിങ്ങൾ എന്ത് ചെയ്യണം, ഇവിടെ ഒന്ന് ഇരിക്കൂ. ആവശ്യമുള്ള വസ്ത്രമുണ്ട്, പിന്നെ തലമുടിയുണ്ട്, നല്ല പൊന്മോതിരമുണ്ട്, കാലിൽ നല്ല ഹീല് പൊക്കിയ ചെരുപ്പുണ്ട്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഇവിടെ ഇരിക്കൂ, ഞാനൊന്ന് മാറിത്തരാം. ഇത് പാടില്ല എന്നാണ് ഇവിടെ പറഞ്ഞതിന്റെ അർത്ഥം. മനസ്സിലോ? എന്തുകൊണ്ടായിരിക്കും യാക്കോബ് ഈ വാക്ക് പറഞ്ഞത്? ശ്രദ്ധിക്കൂ. അടുത്തത്, ഈ ലേഖനം എഴുതപ്പെട്ട കാലം AD 40-ന്
AD 40 തന്നെ ആയിരിക്കണം എന്ന് അനുമാനിക്കുന്നു. ഈ ലേഖനം എഴുതപ്പെട്ട കാലം AD 40 തന്നെ ആയിരിക്കണമെന്ന് അനുമാനിക്കുന്നു. കർത്താവിന്റെ സഹോദരനായ യാക്കോബ് AD 62 യെരുശലേമിൽ വച്ച് രക്തസാക്ഷി ആയി മരിച്ചു. കർത്താവിന്റെ സഹോദരനായ യാക്കോബ് AD 62 യെരുശലേമിൽ വച്ച് രക്തസാക്ഷിയായി മരിച്ചു. അപ്പൊ 40 ഇത് എഴുതിയത്. 62 താൻ എന്ത് ചെയ്തു? രക്തസാക്ഷിയായി എന്ന് പറഞ്ഞാൽ രക്തം ഛർദ്ദിച്ച് മരിച്ചെന്നല്ല, വാളുകൊണ്ട് തന്റെ നെറുകയിൽ നിന്ന് താഴോട്ട് ഒരു ലൈൻ ഇട്ടു. നമ്മളെ പേനയിലെ പേപ്പറിൽ ലൈൻ ഇടും പോലെ ഇങ്ങനെ ലൈൻ ഇട്ടിട്ട് 2 കൈയും കൊണ്ട് ഇങ്ങനെ വലിച്ചങ്ങ് ഉരിച്ചു. ആടിലേക്ക് ഉരിക്കുന്നുണ്ടോ? വലിച്ചുരിച്ചിട്ട് അതിൽ നിന്ന് വന്ന രക്തം താൻ ശരീരത്തിൽ നിന്ന് താഴോട്ട് വീഴുന്നപ്പോ ആ തോലിന് എന്ത് ചെയ്തു? കുന്തമുനയിലൊന്ന് ചുറ്റി. ശ്രദ്ധിക്കൂ, ഭയങ്കര കിരാതമായാണ് ആ കാലഘട്ടങ്ങളിൽ വിശുദ്ധന്മാരെ എല്ലാം കൊന്നുകൊണ്ടിരുന്നത്. നെഹ്റോ ചക്രവർത്തിയുടെ കാലം, അലക്സാണ്ടറിന്റെ കാലം ഒക്കെ നമ്മൾ പഠിക്കുമ്പോ ഭയങ്കര കിരാതമായാണ് കൊന്നുകൊണ്ടിരുന്നത്. എന്നാൽ ഇന്നൊക്കെ വളരെ അതിൽ നിന്നൊക്കെ ഒത്തിരി നമ്മൾ അനുഗ്രഹിക്കപ്പെട്ടവരായി തീർന്നു. യാക്കോബിനെ അത്ര നിലയിൽ കഴുത്തിനെ അറുത്ത് മാറ്റിക്കളഞ്ഞു. നോക്കൂ, ഇന്ന് നമുക്ക് എന്താ കഷ്ടത? ഇന്ന് എന്താ നമുക്ക് വിഷമം? ഒന്നുമില്ല. സ്വതന്ത്രമായി നമുക്ക് ആരാധിക്കാൻ പറ്റും, അമ്മയെ പ്രാർത്ഥിക്കാൻ പറ്റും, എല്ലാ കാര്യങ്ങളും ദൈവം അവസരം ഒരുക്കിയില്ലേ. ഇത്രയുമാണ് ഈ പുസ്തകത്തിന്റെ പശ്ചാത്തലം നമ്മൾ എഴുതി. ഈ ലേഖനത്തിന്റെ ഉദ്ദേശം ഒന്ന്, തങ്ങളുടെ വിശ്വാസത്തെ പരിശോധിക്കുന്നു. നമ്മുടെ വിശ്വാസത്തെ പരിശോധിക്കുന്ന നിരവധി പരിശോധനകളിൽ കഷ്ടപ്പെടുന്ന യഹൂദ വിശ്വാസികളെ ധൈര്യപ്പെടുത്താനും വിശ്വാസത്തെക്കുറിച്ചുള്ള തെറ്റായ ആശയങ്ങളെ തിരുത്തുന്നതിനും നീതിയുള്ള ജീവിതത്തിലൂടെയും സൽപ്രവൃത്തിയിലൂടെയും യാക്കോബ് ഈ ലേഖനം എഴുതിയത്.
നോക്കൂ, ഒന്ന് തങ്ങളുടെ വിശ്വാസത്തെ, രണ്ട് വിശ്വാസത്തെ കുറിച്ചുള്ള തെറ്റായ ആശയങ്ങളെ, മൂന്ന് നീതിയുള്ള ജീവിതത്തിലേക്ക്. അപ്പൊ മൂന്ന് ഘട്ടമായിട്ട് ഈ ഉദ്ദേശം താൻ എഴുതിയിരിക്കുക. നോക്കിയേ, മൂന്നാമത്തിൽ പറയുന്നതാണ് സൽപ്രവൃത്തിയിലൂടെ. നിങ്ങൾ ആരും സൽപ്രവൃത്തി ചെയ്യാതിരിക്കരുത്, സൽപ്രവൃത്തി ചെയ്യണം. നമ്മളുടെ കൂട്ടത്തിനകത്ത് ഒരാളിന്റെ വിഷമം വന്നു കഴിഞ്ഞാൽ നമ്മൾ അവരെ താങ്ങാൻ നമ്മൾ തയ്യാറാകണം. അവൻ എപ്പോഴും നമ്മൾ ചെയ്യേണ്ടത്, നമുക്ക് വേറെ ചെയ്യാൻ കഴിയെങ്കിലും ആ വ്യക്തിക്ക് വേണ്ടി ഒട്ടുമടക്കാൻ ഒരു ദിവസം 1 മിനിറ്റ് നമ്മൾ തയ്യാറായാൽ അവിടെ നമ്മുടെ ആത്മീയ ജീവിതം വ്യക്തി ഉയർത്തുവാൻ കഴിയും. അതാണ് ഇവിടെ ഈ പുസ്തകത്തിൽ കൂടെ ലേഖനകർത്താവായിരിക്കുന്ന യാക്കോബ് തെളിയിച്ചിരിക്കുന്നത്. കുറച്ച് വാക്യങ്ങൾ തരാം, കുറച്ച് വാക്യങ്ങൾ തരാം. ഒന്നാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യം മുതൽ 11-ാമത്തെ വാക്യം വരെ. രണ്ടാമത്തെ വാക്യം മുതൽ 11-ാമത്തെ വാക്യം വരെ. പരീക്ഷകളെ എതിർത്ത് നിൽക്കണം, പരീക്ഷകളെ എതിർത്ത് നിൽക്കണം, എതിർത്ത് നിൽക്കണം പരീക്ഷകളെ. ഒന്നാമത്തെ അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യം മുതൽ 18-ാമത്തെ വാക്യം വരെ. വചനം കേൾക്കുന്നവരായി മാത്രമല്ല, വചനം കേൾക്കുന്നവരായി മാത്രമല്ല അതിനെ ആചരിക്കുന്നവരുമായിരിക്കണം, അതിനെ ആചരിക്കുന്നവരുമായിരിക്കണം. ഒന്നാം അധ്യായം 19 മുതൽ 27 വരെ. യഥാർത്ഥമായ സജീവ വിശ്വാസം, യഥാർത്ഥമായ സജീവ വിശ്വാസമുള്ളവരായിരിക്കണം, സജീവ വിശ്വാസമുള്ളവരായിരിക്കണം. രണ്ടാമത്തെ അധ്യായത്തിന്റെ 14 മുതൽ 26 വരെ. രണ്ടാം അധ്യായത്തിന്റെ 14 മുതൽ 26 വരെ. വിശ്വാസികളെ പ്രബോധിപ്പിക്കുന്നവരായിരിക്കണം. മൂന്നാം അധ്യായം 1-ാമത്തെ വാക്യം മുതൽ 12-ാമത്തെ വാക്യം വരെയും, 4-ാമത്തെ അധ്യായം 11 മുതൽ 12 വരെയും, 3-ാം അധ്യായം 1 മുതൽ 12 വരെയും, 4-ാം അധ്യായം 11 മുതൽ 12 വരെയും. ജഡീക ജ്ഞാനം, ജഡീക ജ്ഞാനം. പാപം നിറഞ്ഞ പെരുമാറ്റം, പാപം നിറഞ്ഞ പെരുമാറ്റം. 4-ാം അധ്യായം 1 മുതൽ 4 വരെ. പാപം നിറഞ്ഞ പെരുമാറ്റം. ആഡംബരപൂർണമായ ജീവിതം, ആഡംബരപൂർണമായ ജീവിതം, ആഡംബരപൂർണമായ ജീവിതം. 4-ാം അധ്യായം 13 മുതൽ 17 വരെ. 13 മുതൽ 17 വരെ. സമ്പത്തിന് വേണ്ടിയുള്ള ജീവിതം, സമ്പത്തിന് വേണ്ടിയുള്ള ജീവിതം. 5-ന്റെ 1 മുതൽ 6 വരെ. ദീർഘക്ഷമ അഥവാ സഹിഷ്ണുത,
ദീർഘക്ഷമ അഥവാ സഹിഷ്ണുത, പ്രാർത്ഥന, വഴി തെറ്റിയവരെ നേർവഴിക്ക് നടത്തുക, യഥാർത്ഥ വിശ്വാസം, യഥാർത്ഥ വിശ്വാസം, ഒന്നാം അധ്യായം 2-ാമത്തെ വാക്യം മുതൽ 16-ാമത്തെ വാക്യം വരെ. ഓക്കെ, 5-ാമത്തെ അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം മുതൽ 5-ന്റെ 1 മുതൽ 6 വരെ ഒന്ന് വായിക്കാമോ ഒരാളിന്? അല്ലയോ ധനവാന്മാരെ, നിങ്ങളുടെ മേൽ വരുന്ന ദുരിതങ്ങൾ നിമിത്തം കരഞ്ഞു മുറയിടുവിൻ. നിങ്ങളുടെ ധനം ദ്രവിച്ചും ഉടുപ്പ് പുഴുവരിച്ചും പോയി. നിങ്ങളുടെ പൊന്നും വെള്ളിയും കട പിടിച്ചു. ആ കട നിങ്ങളുടെ നേരെ സാക്ഷിയാകും. അത് തീ പോലെ നിങ്ങളുടെ ജഡത്തെ തിന്നുകളയും. അന്ത്യകാലത്ത് നിങ്ങൾ നിക്ഷേപങ്ങളെ ശേഖരിക്കുന്നു. നിങ്ങളുടെ നിലങ്ങളെ കൊയ്ത വേലക്കാരുടെ കൂലി നിങ്ങൾ പിടിച്ചുവല്ലോ. അത് നിങ്ങളുടെ അടുക്കൽ നിന്ന് നിലവിളിക്കുന്നു. കൊയ്തവരുടെ മുറവിളി സൈന്യങ്ങളുടെ കർത്താവിന്റെ ചെവിയിൽ എത്തിയിരിക്കുന്നു. നിങ്ങൾ ഭൂമിയിൽ ആഡംബരത്തോടെ സുമിച്ചു കുളച്ച് പല ദിവസത്തിൽ എന്ന പോലെ നിങ്ങളുടെ ഹൃദയത്തെ പ്രവേശിച്ചിരിക്കുന്നു. നിങ്ങൾ നീതിമാനെ കുറ്റം വിധിച്ചു കൊന്നു. അവൻ നിങ്ങളോട് മറുത്തു നിൽക്കുന്നതിനില്ല. ഇവിടെ യാക്കോബ് പറഞ്ഞിരിക്കുന്ന വാക്ക് വളരെ ശ്രദ്ധേയമാണ്. ഈ കാലഘട്ടത്തിൽ അങ്ങനെ തന്നെയാണ്. ഞാന് കഴിഞ്ഞ ചില ദിവസങ്ങൾക്ക് ഞാനൊരു ശുശ്രൂഷയ്ക്ക് ബന്ധപ്പെട്ട് പോകുമ്പോ അവിടെ ഞാൻ കണ്ട ഈ വാക്യത്തോട് ബന്ധത്തിൽ പറയുക, ഒരു ദൈവദാസൻ, പേര് പറയുന്നില്ല, താനിങ്ങനെ കാറിൽ നിന്ന് ഇറങ്ങി മീറ്റിംഗിലേക്ക് പോകുമ്പോ തന്റെ പിന്നാലെ ഒരു ഷർട്ടും തൂക്കിക്കൊണ്ട് ഓടുന്ന ഒരു സ്നേഹിതനെ കണ്ടു. എനിക്ക് മനസ്സിലായില്ല. ഞാൻ അടുത്ത് ചോദിച്ചു, എന്താ ഈ ഷർട്ട് കൊണ്ട് പോകുന്നേ? അദ്ദേഹത്തിന്റെ വേദി കയറുമ്പോ ഈ ഷർട്ട് താൻ കൈ ഇങ്ങനെ വിടർത്തും, കയ്യിൽ കൂടെ ഷർട്ട് കയറ്റി ഇട്ട് കൊടുത്ത് അദ്ദേഹത്തിനങ്ങ് വിടും. ഞാൻ കുറെ ചിന്തിച്ചു, എന്താ ഇങ്ങനെയുള്ള ഒരു രീതി? ഇവിടെ എന്താ പറയുന്നേ? ആഡംബര ജീവിതം അല്ലേ? ആഡംബരം. വൃത്തിയായി ചർച്ചിൽ പോകണം, നല്ലതാണ്. പക്ഷെ അതിന് പ്രത്യേകിച്ച് ഒരാളുടെയും കൊണ്ട് ഇങ്ങനെ കർത്താവ് കാൽവരി ക്രൂശിൽ രണ്ട് കൈ ഇങ്ങനെ വിരിച്ച് ആണി അടിച്ചതുപോലെ ഷർട്ട് തൂക്കിക്കൊണ്ട് ഒരുത്തൻ പോകേണ്ട കാര്യമില്ല. എനിക്കത് തോന്നുന്നില്ല. ഇതൊക്കെയാണ് ആഡംബര ജീവിതം എന്ന് പറയുന്നത്. നന്നായി പോണം. ഞാൻ എന്റെ വണ്ടിക്കകത്ത് ഷർട്ടൊക്കെ നല്ല തേച്ചിട്ടുള്ള പോകുന്ന അതിന് പ്രത്യേകിച്ച് എടുത്തിട്ട് ഒരാൾ പോയി ഇട്ടുള്ള കാര്യമൊന്നുമില്ല. ഉണ്ടോ? ഇല്ല. ഇവിടെ 5-ാമത്തെ വാക്യം പറയുന്നു, നിങ്ങൾ ഭൂമിയിൽ ആഡംബരത്തോടെ സുഖിച്ചു പൊളച്ച് കൊല ദിവസത്തിൽ എന്ന പോലെ നിങ്ങളുടെ ഹൃദയത്തെ പോഷിപ്പിച്ചിരിക്കുന്നു. കണ്ടോ? അപ്പൊ ഇന്ന് ഈ കാലഘട്ടത്തിൽ, പണ്ടൊക്കെ 20 വർഷം മുമ്പ് നോക്കുമ്പോ നടന്നു പോയിട്ടുണ്ട് കർത്താവിന് വേണ്ടി. നടന്ന് സൈക്കിളിൽ ഇന്നിപ്പോ നമ്മുടെ കോമണിസ്റ്റൊക്കെ ഇരിക്കുന്ന നിലമ്പൂർ ഭാഗത്തൊക്കെ സൈക്കിൾ ചവിട്ടിയിട്ടുണ്ട്. അതെ, ഇന്നും എനിക്ക് മടിയൊന്നുമില്ല. ഇന്നാരും സൈക്കിൾ തരത്തില്ല. അന്ന് കഴിഞ്ഞാൽ പറയും പാസ് കയറി ഒടിഞ്ഞു പോകുന്നു. അതുകൊണ്ട് ആരും അങ്ങനെ സൈക്കിൾ തരാറില്ല. അത് എന്തെന്ന് എനിക്കും അറിയത്തില്ല, പൈസ. അപ്പൊ ഇനിയിപ്പോ നമ്മൾ വലിയ ആളായോണ്ടാണോ തരാത്തതെന്ന് അറിയത്തില്ല. പക്ഷേ അന്നും സൈക്കിളിൽ പോയിട്ടുണ്ട്, ഇന്നും പോകാൻ ആഗ്രഹമുണ്ട്. പറയുന്ന കാര്യം, നമ്മൾ എത്രത്തോളം എളിമപ്പെടുമോ അത്രത്തോളം ദൈവം നമ്മെ മാനിക്കും. തന്നതിനെ ഓർത്ത് നമ്മള് നന്ദി കരയറ്റാൻ പൈസതോ. ഇന്ന് ഈ രാത്രി ഞാൻ പറയട്ടെ, ദൈവം നമ്മെ ഏൽപ്പിച്ച ചെറിയൊരു കാര്യമാണെങ്കിലും നമ്മൾ വിശ്വസ്തയോടെ ചെയ്യുമ്പോഴേ അതിന്റെ മറുവശത്ത് നമുക്ക് വേണ്ടി കരുതുന്ന ഒരു നിശ്ചയപാത്രമുണ്ട്. മറന്നു പോകരുത്. എനിക്കും നിനക്കും വേണ്ടി കരുതുന്ന ഒരു നിശ്ചയപാത്രമുണ്ട്. ഇന്ന് നിങ്ങൾ ഇതിനകത്ത് 2 മണിക്കൂർ ഇരിക്കുമ്പോ
7 മുതൽ 9 വരെ ഇരിക്കുമ്പോ ഇതിനകത്തുള്ള പ്രതിഫലം കണ്ണാൽ കാണാൻ കഴിയില്ല. പക്ഷേ ഇതിന്റെ പുന്നാമ്പുറത്ത് നമ്മുടെ നിക്ഷേപപാത്രങ്ങളെ നിറച്ചുകൊണ്ടിരിക്കുന്ന ഒരു പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് പറഞ്ഞാൽ ഇന്ന് രാത്രി സ്തോത്രം ചെയ്യാൻ പറ്റുമോ? അതാണ് നമ്മുടെ മുമ്പിലുള്ള വാഴ്ത്തത്വങ്ങൾ, നമ്മുടെ മുമ്പിലുള്ള നന്മകൾ, നമ്മുടെ മുൻപിൽ നമ്മൾ കാണുന്നതൊക്കെ ദൈവം തന്നതാ, നമുക്ക് വേണ്ടി തന്നതാ. നമുക്കൊരു വാഹനം തരുമ്പോൾ, നമുക്കൊരു പാർപ്പിടം തരുമ്പോൾ, നമുക്കൊരു വസ്ത്രം തരുമ്പോൾ, നമുക്കൊരു വാച്ച് തരുമ്പോൾ, ആമേൻ, നമുക്ക് ദൈവം എന്ത് തന്നാലും, ഒരു ചെരുപ്പായി പോകട്ടെ, ഒരു ചെരുപ്പ് തന്നാലും ആ കാല് അതിനകത്ത് ഇടാൻ ദൈവം തന്ന കൃപകളെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ നമ്മൾ മറന്നു പോകരുത്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഞാൻ ശുശ്രൂഷയ്ക്ക് പോകുന്ന സമയത്തും ഏകദേശം ശരിക്കും ഒരു 6-7 വർഷം സിൽപ്പർ ചെരുപ്പിട്ടുണ്ടോ ചിലപ്പോൾ. പകുതി വീട്ടിൽ പോകുമ്പോൾ മഴയൊക്കെ പെയ്യുമ്പോഴും പിന്നെ ഈ സിൽപ്പർ ചെരുപ്പ് അടിച്ചു കയറുന്ന തല വരെ ചെളിയാണ്. ഇത് ഇട്ടുകൊണ്ട് കൺവെൻഷൻ പ്രസംഗിച്ചിട്ടുണ്ട്. ബാക്കിയിരിക്കുന്ന പാസ്റ്റർമാർ കളിയാക്കിയിട്ടുണ്ട്. പക്ഷെ അന്നും ആളുകൾ ഒരു ബെൽറ്റ് പോലും കെട്ടാനില്ലാതിരുന്നപ്പോ അവരെ പല നിലയിലൊക്കെ വല്ലതൊക്കെ മുറുക്കിയിട്ടുണ്ട് പോയ സമയം ഉണ്ടായിരുന്നു. ദൈവം ഇന്നും ഒന്നും അഹങ്കരിക്കാനില്ല. ദൈവം തന്നതല്ലാതെ ഒന്നുമില്ല. ആ ഒരു മനോഭാവം നമ്മുടെ ജീവിതത്തിൽ കെട്ടി ഉയർത്തുമെങ്കിൽ നമുക്ക് തരുന്നതെല്ലാം ശ്രേഷ്ഠകരമായി തരാം. ആമേൻ. സ്തോത്രം. ചാരിയിരിക്കാൻ ഒരു ചുമര് പോലും ഇല്ലാതെ വളർന്നതാണ് ഞങ്ങൾ. ചാരിയിരിക്കാൻ ഒരു ചുമര് പോലും ഇല്ലാതെ മൂലം തന്നെ ചുമരാക്കി അതിനകത്ത് കുടിലിനകത്ത് വളർന്ന ഇന്ന് ആമേൻ 16,000 രൂപയുടെ സ്റ്റേറി ഇരുന്ന് പ്രസംഗിപ്പാൻ ദൈവം എനിക്ക് അവസരമുണ്ട്. ഇതിന്റെ കാര്യമൊക്കെ അതെല്ലാം ഒന്ന് പുറകിലോട്ടൊന്ന് ചിന്തിച്ച് മുൻപിലോട്ട് വന്നാൽ ഏത് സാധാരണക്കാരനെ ചേർത്ത് പിടിക്കാൻ നമുക്ക് കഴിയും. ഹല്ലേലൂയ. ഞാൻ വലിയ വീട് നോക്കിയേ പോകൂ, ഞാൻ വലിയ വണ്ടി നോക്കിയേ പോകത്തുള്ളൂ, ഞാൻ വലിയ പള്ളി നോക്കിയേ പോകത്തുള്ളൂ. ഇങ്ങനെയല്ല ദൈവം പറഞ്ഞിരിക്കുന്നത്. അതൊക്കെ ആഡംബരമാണ്. യാക്കോബ് പറയുക, അങ്ങനെയല്ല നിങ്ങളെ വിളിച്ചത്. നിങ്ങളെ വിളിച്ചത് ആമേൻ സ്തോത്രം ദൈവത്തിന്റെ നിർമ്മലമായ സുവിശേഷം അറിയിപ്പാനാ. നിങ്ങളെല്ലാം പഠിച്ചു വരുന്നവരാ. ആരെ കണ്ടാലും ചേർത്ത് പിടിക്കാൻ നമുക്ക് കഴിയണം. എങ്കിൽ ഒരിക്കലും നമ്മെ വിട്ടുപോകാത്ത ഒരു ദൈവ സാന്നിധ്യം നമ്മുടെ നടുവിലുണ്ട്. ചിലപ്പോഴൊക്കെ ഞാന് ഭക്ഷണം കഴിക്കാൻ വേണ്ടി കടയിൽ കയറുമ്പോ ആമേൻ 2-3 കുഞ്ഞുങ്ങളെയൊക്കെ എടുത്തുകൊണ്ട് കുഷിഞ്ഞ വസ്ത്രവും ധരിച്ചുകൊണ്ട് ചില സഹോദരിമാരൊക്കെ ആമേൻ കൈ നീട്ടാറുണ്ട്. സ്തോത്രം. ഒരു ഹോട്ടലിൽ ഞാൻ അവരെ പിടിച്ച് ഹോട്ടലിൽ ഞാൻ ചേർത്ത് ഫ്രണ്ടിലേക്ക് അവരെ ഇരുത്തുമ്പോൾ അവിടെയുള്ള സർവീസ് ചെയ്യുന്ന ആൾക്കാർ മൂക്കില് കൈവച്ചിട്ട് പറയും, ഇവിടെ ഇരുത്താൻ കഴിയില്ല. ഞാൻ എന്താ കാര്യം? ഭക്ഷണം ഞാൻ കഴിക്കുന്നത് ഇവര് കഴിക്കുന്ന ഭക്ഷണം ഒന്നാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കൊടുക്കാൻ പറഞ്ഞു. ഒരു വിധത്തിൽ കൊടുക്കത്തില്ല. രാത്രി പറയട്ടെ, ആമേൻ. കൊടുത്തില്ലെങ്കിൽ എനിക്കും വേണ്ട. ഇരിക്കുന്നതിൽ മനുഷ്യരല്ലേ. ആമേൻ. ഒരു കാര്യം പറയട്ടെ, സിമ്പിളായിട്ട് പറയുക. നമ്മൾ കേൾക്കുമ്പോ സിമ്പിളായിട്ട് പറയും, പക്ഷെ അതിനകത്ത് ഒത്തിരി ദൈവത്തെ ആർക്കും പറ്റിക്കാൻ കഴിയും. ദൈവത്തെ പരീക്ഷിക്കാൻ ആർക്കും കഴിയത്തില്ല. ദൈവം നമുക്ക് എല്ലാം തന്നിട്ടില്ലേ? എല്ലാം തന്നു. നന്മകളും അനുഗ്രഹങ്ങളും. ഇപ്പൊ ആരാ സൈക്കിളിലൊക്കെ പോകുന്നത് അല്ലെ? എന്നാൽ ഇന്നും നമ്മൾ അറിയാതെ കുറെ ദ്വീപുകളും ഇന്നും പൈസോ അവൻ ദൈവസന്നിധിയിൽ നമ്മൾ ഇരിക്കുന്ന സമയമുണ്ടല്ലോ, ഭയങ്കര അനുഗ്രഹമാണ്. ഭയങ്കര അനുഗ്രഹം. അവൻ ഈ പുസ്തകത്തിലെ യാക്കോബ് ലേഖനത്തിലെ വിഷയ വിഭജനം എന്ന ഭാഗത്തേക്ക് നമ്മൾ കടന്നു വരാം. വിഷയ വിഭജനം സ്തോത്ര ഭാഗത്തേക്ക് കടന്നു. ഒരുപാട് ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട്. 4:4 നിങ്ങൾ വായിക്കണം. 4:4, 4:14, 5:4, 5:7. ആമേൻ. ഈ ഭാഗങ്ങൾ നിങ്ങൾ നല്ലോണം വായിക്കണം. 3:18, 3:18, 3:6, ആമേൻ, 2:26. ഇതൊക്കെ നിങ്ങൾ നല്ലവണ്ണം ഈ പുസ്തകം നിങ്ങൾ വായിച്ച് പഠിച്ചിരിക്കണം. പ്രൈസ് ദി ലോർഡ്. വിഷയ വിഭജനം. ആമേൻ. സ്തോത്രം. വളർച്ചയ്ക്കുള്ള മുഖാന്തരമായി അവയെ സ്വീകരിക്കുക. 1:2 മുതൽ 4 വരെ.
1-ന്റെ 2 മുതൽ 4 വരെ. ബി, പരിശോധനകളെ 1-ന്റെ 5 മുതൽ 8 വരെ. സി, സന്തോഷിക്കുക 1-ന്റെ 9 മുതൽ 27 വരെ. ഡി, പരിശോധനകളും പരീക്ഷകളും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കുക. 1-ന്റെ 13 മുതൽ 18 വരെ. അടുത്ത 1, വചനം കേൾക്കുക. 1-ന്റെ 19 മുതൽ 27 വരെ. രണ്ട്, അത് വെളിപ്പെടുത്തുക. 2-ന്റെ 1 മുതൽ 13 വരെ. അത് വെളിപ്പെടുത്തുക. 3, വിശ്വാസമുണ്ടെന്ന് പറയുന്നതും അത് തെളിയിക്കുന്നതും. വിശ്വാസമുണ്ടെന്ന് പറയുന്നതും അത് തെളിയിക്കുന്നതും. 2-ാം അധ്യായം 14-ാമത്തെ വാക്യം മുതൽ 26-ാമത്തെ വാക്യം വരെ. 4, വീഴ്ചകൾ മനസ്സിലാക്കി അവയെ ഒഴിവാക്കുക. 3-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യം. 5-ാമത്തെ അധ്യായം 6-ാമത്തെ വാക്യം. 5, നിയന്ത്രണമില്ലാത്ത നാവ്. 3-ാം അധ്യായം 1 മുതൽ 12 വരെ. 1 മുതൽ 12 വരെ. 6, ആത്മീക ജ്ഞാനം. 6, ആത്മീക ജ്ഞാനം. ഇതിന്റെ എന്ത്? ഇല്ല. ഓക്കെ, ഞാൻ വെച്ചിട്ട് നോക്കിയേ. 6, ആത്മീക ജ്ഞാനം. 3-ാമത്തെ അധ്യായം 13-ാമത്തെ വാക്യം മുതൽ 18-ാമത്തെ വാക്യം വരെ. 7, പാപപൂർണമായ പെരുമാറ്റം. 4-ാമത്തെ അധ്യായത്തിന്റെ 1 മുതൽ 10 വരെയുള്ള വാക്യം. 4-ന്റെ 1 മുതൽ 10 വരെയുള്ള വാക്യം.
8 സഹോദരന് വിരോധമായി സംസാരിക്കും. സഹോദരന് വിരോധമായി സംസാരം. സഹോദരന് വിരോധമായി സംസാരം. 4-ാമത്തെ അധ്യായത്തിന്റെ 11 മുതൽ 12 വരെ. 11 മുതൽ 12 വരെ. ഒൻപത്, ജീവിതം. 4-ന്റെ 13 മുതൽ 17 വരെ. 4-ന്റെ 13 മുതൽ 17 വരെ. 10, രോഗികൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന. 5-ന്റെ 13 മുതൽ 18 വരെ. 11, വഴിതെറ്റിപ്പോയവരെ നേർവഴിക്ക് നടത്തുക. 5-ന്റെ 19 മുതൽ 20 വരെ. ഇത്രയുമാണ് നമ്മുടെ യാക്കോബിന്റെ ലേഖനം പഠിക്കാനുള്ളത്. ഒന്നുകൂടെ ഞാൻ പറയാം.